പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്ന ഒരു നോവലാണ് അമ്മ എന്ന് പറയുന്ന നോവൽ. ഇത് മാക്സിം ഗോർക്കി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ റഷ്യൻ സാഹിത്യകാരൻ എഴുതിയതാണ്. ഇതിൽ കൃത്യമായിട്ട് റഷ്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും റഷ്യയിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ ചില ആവശ്യങ്ങളും ഈ ഒരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനാകും. റഷ്യയിലെ തൊഴിലാളികൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെയുള്ള ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം. രണ്ടാമത്തേത്, എല്ലാവരും അധ്വാനിക്കണം. ഒരു വിഭാഗം തൊഴിലാളികൾ മാത്രം അല്ലെങ്കിൽ കർഷകർ മാത്രം അധ്വാനിക്കുകയും ഈ അധ്വാനത്തിൻ്റെ എല്ലാ ലാഭവും മുഖ്യ പങ്കും ഭരണാധികാരികളുടെ കൈകളിലേക്ക് പോകുന്ന, സമ്പന്ന വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഈ ഒരു അവസ്ഥക്ക് മാറ്റമുണ്ടാകണമെന്നാണ് റഷ്യയിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത്. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളാണ് നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ധാരാളം കഷ്ടപ്പാടുകൾ, ധാരാളം ക്രൂരതകൾ, ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അതുപോലെ റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിക്കുകയും ഭൂരഹിതരായ അവർ നികുതി ഭാരം വഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. മാത്രമല്ല, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ റഷ്യ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളും വിദേശികളുടേതായിരുന്നു. തൊഴിലാളികളുടെയും കർഷകരുടെയും ഇത്തരത്തിലുള്ള ദുരിത ജീവിതങ്ങളെക്കുറിച്ച് മാക്സിം ഗോർക്കി മാത്രമല്ല, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് പോലെയുള്ള സാഹിത്യകാരന്മാരൊക്കെ അവരുടെ കൃതികളിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസ് എന്ന് പറയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ മാർക്സിസ്റ്റ് ആശയങ്ങളെ സ്വീകരിച്ച, ലോകത്ത് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ ഉപജ്ഞേതാക്കളായി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയുന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്ത കാൾ മാക്സും ഫ്രെഡറിക് എംഗൽസും റഷ്യയിലെത്തുകയും റഷ്യയിലെ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവർ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു. മാത്രമല്ല, തൊഴിലാളികളുടെ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ തൊഴിലാളി സംഘടനകൾ അവർ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ ഒരു പാർട്ടി പിന്നീട് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും രണ്ട് വിഭാഗങ്ങളായി മാറുകയും മെൻഷെവിക്കുകൾ എന്ന പേരിൽ ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ എന്ന പേരിൽ ഭൂരിപക്ഷവും രണ്ട് ഭാഗങ്ങളിലായിട്ട് നിലകൊള്ളുകയും ബോൾഷെവിക്കുകളുടെ നേതാക്കളായിട്ട് ലെനിനും ട്രോട്സ്കിയും മെൻഷെവിക്കുകളുടെ നേതാവായിട്ട് അലക്സാണ്ടർ കെറൻസ്കിയും വരികയും ചെയ്തു. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം വലിയ പ്രതിസന്ധി, രാഷ്ട്രീയമായും അതുപോലെ സാമ്പത്തികമായും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും രാഷ്ട്രീയ അവകാശങ്ങൾക്കും സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും വേണ്ടി തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും 1905 ജനുവരി 9 ഈ പെട്രോഗ്രാഡിൽ ഒരുമിച്ച് കൂടിയ ജനത ഒരു വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുകയും ഈ ഒരു പ്രകടനത്തിനെതിരെ സൈന്യം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ ഈ ഒരു ദിവസം അവിടെ മരണപ്പെടുകയുണ്ടായി. ഈ ഒരു സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച
ബ്ലഡി സൺഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ റഷ്യയിലുടനീളം തൊഴിലാളികളുടെ സോവിയറ്റുകൾ രൂപം കൊണ്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ധ്യൂമ എന്നറിയപ്പെടുന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. അങ്ങനെ 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ധ്യൂമയുടെ ജനങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് സർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ ഈ യുദ്ധത്തിലും പങ്കെടുക്കാൻ തീരുമാനിച്ചു. യുദ്ധം ശക്തമായപ്പോൾ ധാരാളം സൈനികർ ഇതിൽ കൊല്ലപ്പെടുകയും 1917 റഷ്യയിൽ ഭക്ഷ്യദൗർലഭ്യം, ഭക്ഷണം എവിടെയും കിട്ടാത്ത ഒരവസ്ഥ വരികയും മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ പെട്രോഗ്രാഡിൽ പ്രകടനം നടത്താൻ തയ്യാറായി. തങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കെത്തി. ആദ്യമൊക്കെ തൊഴിലാളികളുടെ ഈ പ്രതിഷേധത്തെ സൈനികർ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും അവസാനം സൈനികരും ഇവരോടുകൂടെ കൂടുകയും പെട്രോഗ്രാഡ് എന്ന് പറയുന്ന പട്ടണം തൊഴിലാളികൾ പിടിച്ചടക്കുകയും ഇതിനെ തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിലെ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു. ഈ ഒരു വിപ്ലവത്തെയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെയാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്.